ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനത്തെപ്പറ്റി ധ്യാനിപ്പാൻ എനിക്ക് ഒരവസരം ഒരുക്കി തന്ന ക്രിസ്ത്യനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 24-ാം നോമ്പ് ദിനത്തിൽ നാം ചിന്തിക്കുന്ന ദാനവിഷയം പുറപ്പാടിൻ്റെ നൊമ്പരങ്ങൾ, ദ പെയിൻ ഓഫ് എക്സോഡസ്, സഫറിംഗ് ആൻഡ് സ്ട്രഗ്ലിംഗ് ഓഫ് ദ ഇസ്രായേലിറ്റ്. എക്സോഡസ് എന്നത് അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്ന യാത്രയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 to 21. ജേർണി ഫ്രം ദ സാൽവറി ടു ഫ്രീഡം. ഇതിൽ ഒന്നാമതായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം വലിയ സ്നേഹം കാണിച്ചു. മിസ്രൈമർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേലയും കഠിന പ്രവൃത്തിയും ചെയ്യിച്ച് സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ വിളി കേട്ടു. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്താൽ ദൈവം മോശയ്ക്ക് മുൾപടർപ്പ് പ്രത്യക്ഷനായി. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത് അവർക്ക് ഭക്ഷിക്കുവാൻ മന്നായും അവർക്ക് വഴി കാണിക്കുവാൻ പകൽ മേഘസ്തംഭമായും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭവുമായി യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം വാഗ്ദാനമായി കൊടുത്തു. ഇങ്ങനെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഇസ്രായേൽ ജനതയ്ക്ക് വെളിപ്പെടുത്തിയതായി നാം പുറപ്പാട് പുസ്തകങ്ങളിൽ കാണുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം പാപികളും ദോഷികളുമായ ദുർമാർഗങ്ങളിലും ദുഷ്പ്രവൃത്തികളിലുമായ ഇസ്രായേൽ ജനതയ്ക്ക് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അതാത് കാലങ്ങളിൽ നിയമിച്ച് ഇസ്രായേൽ ജനതയെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. ഇവിടെയും ദൈവസ്നേഹം, ജനതയ്ക്കോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വെളിപ്പെടുത്തുന്നു. ഇതുകൂടാതെ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് അവതരിച്ചു. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകാപരമായ ജീവിതം, ഉപദേശങ്ങൾ, ഉപമകൾ, അത്ഭുത പ്രവൃത്തികൾ, രോഗസൗഖ്യങ്ങൾ, പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ഇവിടെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യമായ ജീവനും രക്ഷയും നമുക്ക് വാഗ്ദത്തമായി ലഭിച്ചിരിക്കുന്നു. സ്നേഹത്തെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. ഇതിൽ 4-ാം വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. 2-ാമതായി യേശുവിലുള്ള വിശ്വാസം രക്ഷയും നിത്യജീവനും. വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്ന അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. റോമർ 4-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. രക്ഷയെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ യേശുവിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും രക്ഷ ലഭിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ലോകം രക്ഷിക്കപ്പെടണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിത്യജീവൻ എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ, സമാധാനത്തിൽ, സന്തോഷവും പാപവും മരണവും ഇല്ലാത്ത ജീവിതം. പാപങ്ങളിൽ നിന്ന് തിരിക്കാൻ, ദൈവത്തെ പിന്തുടരാൻ, അപ്പോൾ മനുഷ്യന് നിത്യജീവൻ ലഭിക്കും.
യേശുവിൽ വയ്ക്കുന്ന നിമിഷം മുതൽ തന്നെ അത് ആരംഭിക്കുന്നു. ദൈവത്തോടൊപ്പം എന്നും ജീവിക്കുന്ന ജീവിതമാണ് യേശുവിൽ വിശ്വാസം വെച്ചാൽ മനുഷ്യന് ലഭിക്കുന്നത്. മൂന്നാമതായി, വെളിച്ചത്തിൻ്റെ ഉണർവും ഉത്സാഹവും ഉള്ളവരായി ജീവിപ്പാൻ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? മത്തായി സുവിശേഷം 4:21. പ്രകാശം ലോകത്ത് വന്നു എങ്കിലും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വഴികളിൽ കൂടി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ കൂടെ മഹത്വത്തിൽ പ്രവേശിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം. ആ വെളിച്ചം നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശിപ്പാൻ, ദേശങ്ങളിൽ, സഭകളിൽ പ്രകാശിപ്പാൻ നമുക്ക് സാധിക്കാം. അവസാനമേ, ദൈവം നമുക്ക് തരുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും സത്യത്തിലും നടപ്പാൻ സാധിക്കുമെങ്കിൽ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലേക്ക് രക്ഷയുടെ പാതയിൽ തന്നെ ജീവിപ്പാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ നമ്മൾ പകർന്നു തന്ന വിശ്വാസം, രക്ഷ, സ്നേഹം, സത്യം മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക്, നമ്മുടെ തലമുറയ്ക്ക് മാതൃകാപരമായ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ഈ നോമ്പ് കാലങ്ങളിൽ ഒരുങ്ങാം. ദൈവരാജ്യത്തിൻ്റെ രക്ഷയും നിത്യജീവനും പ്രാപിച്ച് ന്യായവിധിക്ക് യോഗ്യമായി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവകൃപയിൽ ആശ്രയം വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ